യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ അവലം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദിനങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന അഅ്ലമൽ അയ്യാമി ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അരികിൽ ഏറെ ശ്രേഷ്ഠത നിറഞ്ഞ, ഏറെ പ്രിയം നിറഞ്ഞ ദിനങ്ങൾ എണ്ണുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി എണ്ണിയത് യൗമുൻ നഹ്റാണ്. യൗമുൻ നഹ്റിലാണ് പ്രിയപ്പെട്ടവരെ നാം ഒരുമിച്ചുകൂടി പെരുന്നാളിൻ്റെ സന്തോഷം പങ്കിട്ടത്. പിന്നീട് പ്രവാചകൻ എണ്ണിയത് സുമ്മ യൗമുൽ ഖർറ്, യൗമുൽ ഖർറാണ് പിന്നീട് അള്ളാഹുവിൻ്റെ അരികിൽ ഏറെ ശ്രേഷ്ഠത നിറഞ്ഞ ദിനം. ആ യൗമുൽ ഖർറിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിനങ്ങൾ അക്ലും വശുർബ്, തിന്നാനും കുടിക്കാനുമുള്ള ദിനങ്ങളാണെങ്കിലും അതോടൊപ്പം ചേർത്തി പറഞ്ഞ ഒരു കാര്യമാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുല്ലയും, അള്ളാഹുവിനെ ഓർക്കാനും തിന്നാനും കുടിക്കാനും ആ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. ദുൽഹിജ്ജയുടെ ആ ശ്രേഷ്ഠമായ ദിനങ്ങൾ കഴിയുന്നതോടുകൂടി ബാക്കിയെല്ലാം മറക്കുന്ന രൂപത്തിലേക്ക് മനുഷ്യൻ മാറിയിട്ടുണ്ടെങ്കിൽ അവൻ വലിയ ദൗർഭാഗ്യവാനാണ്. ഇസ്ലാമിലെ ഏത് ആഘോഷവും ആരാധനയിൽ ഊട്ടപ്പെട്ടതാണ്. ആഘോഷത്തിൻ്റെ പേരിൽ ആരാധന കർമ്മങ്ങളിൽ നിന്ന് പിറകോട്ടടിക്കുന്നവർ അവർക്ക് ആ ആഘോഷത്തിൽ പങ്കില്ല എന്ന, അവർക്ക് ആ തക്ബീറിൻ്റെ ധ്വനികൾ ഉരുവിടുന്നതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ എന്നുള്ളത് കേവലം ഒരു അറബി വാക്കല്ലല്ലോ. അതിനപ്പുറത്ത് ഒരു മഹാമനീഷിയുടെ ത്യാഗപൂർണമായ ജീവിതത്തെ സ്മരിച്ചുകൊണ്ടാണ് ആ അല്ലാഹു അക്ബർ നാം ഉരുവിട്ടതെങ്കിൽ എനിക്കെല്ലാത്തിനേക്കാളും വലുത് എൻ്റെ റബ്ബാണ് എന്നാണ് നമ്മൾ ആ അല്ലാഹു അക്ബർ പറയുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകളിൽ ഒരു വീഴ്ചയും നമുക്ക് ഈ ദിനങ്ങളിലല്ല, ഇനി ഏതേത് ദിനങ്ങളിലും ഉണ്ടാകാൻ പാടില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. നമ്മൾ ചിന്തിക്കുക, ഇന്നലെ ആ പെരുന്നാളിൻ്റെ ഖുതുബയും ഭക്ഷണവുമൊക്കെ കഴിഞ്ഞ് എത്ര ജമാഅത്തുകളിൽ നമുക്ക് കൃത്യമായി പങ്കെടുക്കാൻ കഴിഞ്ഞു, എത്ര സുബഹി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജുമുഅക്ക് പോലും ഒന്ന് നമുക്ക് നേരത്തെ വരാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ ആഘോഷം കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അധ്യാപനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പാവന സ്മരണകൾ അയവർക്കുന്ന ഈ ദിനങ്ങളിൽ ഇബ്രാഹിം നബിയുടെ ജീവിത ചരിത്രമൊക്കെ പ്രിയപ്പെട്ടവരെ നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്തു. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ എങ്ങനെ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ആ കുടുംബത്തെ മാതൃകയാക്കി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി നാം ചിന്തിക്കേണ്ടത്. ത്യാഗപൂർണമായ ചരിത്രങ്ങൾ കേട്ട് കോരിത്തെരിച്ചിരിക്കുന്നതിലല്ലല്ലോ പ്രിയപ്പെട്ടവരെ കാര്യം. വഅലാ മില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. നമ്മൾ ഇന്നും പ്രഭാതത്തിൽ ചൊല്ലിയിട്ടുണ്ട്. ദൃഢമനസ്കനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പാതയിൽ ഞാനിതാ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നാഥാ. ഇനി അതിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ചേർത്തി വെക്കണമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ മാതൃകയാക്കാൻ നമുക്ക് കഴിയുക? അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു നൽകി. ഒന്നാമത് കുടുംബനാഥൻ തഖ്വയുള്ളവനാകണമെന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്. കുടുംബനാഥൻ തഖ്വയുള്ളവനായത് കൊണ്ടാണ് ഒപ്പമുള്ള ഹാജറയും ഇസ്മായിലും ഇസ്ഹാഖും സാറയും ഒക്കെ പ്രിയപ്പെട്ടവരെ ലോകർക്ക് മഹോന്നതമായ മാതൃകകൾ സൃഷ്ടിച്ചത് എന്ന പരിശുദ്ധ ഖുർആൻ എന്താണ് ആ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തിയത്? ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകും മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്, നേർവയിൽ അതേ പിന്തുടരുന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി. ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല, ഒരിക്കലും റബ്ബിനിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കടന്നു വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ മാതൃകയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളുണ്ടല്ലോ, ഒന്നാമതായി നമ്മിലുണ്ടാകേണ്ടത് എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് കടന്നു വരില്ല. അത് നന്ദികേടാവാം, മറ്റെന്തെങ്കിലും ആകാം. എന്റെ റബ്ബിന് കോപമുണ്ടോ, എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തതാണോ, അത് എന്റെ വാക്കാവട്ടെ, കേൾവിയാകട്ടെ, ചിന്തയാകട്ടെ, എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കുടുംബത്തെ മാതൃകയാക്കുന്ന കുടുംബമായി മാറുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വലിയ വില കൊടുക്കണം. അത് ഏത് തിരക്കിലാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആരാധന കർമ്മങ്ങളാകട്ടെ, റബ്ബിന്റെ വിധിവിലക്കുകളാകട്ടെ, അതിനെ മറികടന്നുകൊണ്ടുള്ള ഒന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ മാതൃകയാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ എന്നാണ്. ഹാജറ ബീവിയുടെ ചരിത്രം നാം കേട്ടു, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം കേട്ടു. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ അവരെയൊക്കെ ഈ രൂപത്തിൽ ചിന്തിക്കുന്നവരായത്? ഒരു വേളയിലായതല്ലല്ലോ, ഒരു നിമിഷമായതല്ലല്ലോ. മക്കയുടെ ആ മണലാരുണ്യത്തിൽ, അരണ്ട ഭൂമിയിലെ, പതപതക്കുന്ന ഭൂമിയിലെ ചെന്നായ്ക്കളുടെ ഓരിയിടലുകൾ, പാറമടകൾക്കിടയിലെ പ്രതിഫലിക്കുന്ന രൂപത്തിൽ അത്രയും നിർഭയമില്ലാത്തൊരു നാട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോ അല്ലാഹു അമറക ബിഹാദ, ഇത് റബ്ബിന്റെ കൽപ്പനയാണോ എന്ന് ചോദിച്ചപ്പോ ഇതല്ല യുളയ്യുന, റബ്ബിന്റെ കൽപ്പനയാണെങ്കിൽ ഞങ്ങളെ കൈവിടൂല എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഹാജറ ബീവി മാറിയത് പ്രിയപ്പെട്ട ഒരു ദിവസം കൊണ്ടല്ല, ഒരു നിമിഷം കൊണ്ടല്ല. കുടുംബം ആ രൂപത്തിൽ വാർത്തെടുക്കുന്നതിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ കാണിച്ച ശ്രദ്ധയായിരുന്നു. ആ ശ്രദ്ധ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകണം. തന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്ന സമയത്ത് യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, പൊന്നു വാപ്പ, റബ്ബിന്റെ കൽപ്പന എന്താണോ അത് നിർവഹിച്ചു കൊള്ളുക എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇസ്മായിൽ എന്ന മകൻ പ്രിയപ്പെട്ടവരെ എങ്ങനെ മാറി? ആ മാറുന്ന മേഖലയിൽ ഉപ്പക്ക് വലിയ ബാധ്യത ഉണ്ടായിട്ടുണ്ട്, രക്ഷാകർത്താക്കൾക്ക് വലിയ ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ആ ബാധ്യതയാണ് നമ്മുടെ വീടകങ്ങളിലും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ അധ്യാപനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത്, നന്മകളുടെ കാര്യത്തിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം. ഒരു നന്മ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ടോ, അവിടെ സ്വന്തം കാര്യമല്ല. ഒരു പള്ളിയിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ ജുമാക്ക് വരുന്ന സമയത്ത് നീയും കുട്ടികളും വന്നാലേ നേരം വൈകുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോരട്ടെ എന്ന രീതിയല്ല. നീ പോരണം, മോളെ നീ പോരണം, മോനെ നീ പോരണം. തന്റെ ഭാര്യയോടൊപ്പം ഒരു 10 മിനിറ്റ് നാം സഹായിച്ചിട്ട് അവൾക്ക് പള്ളിയിലേക്ക് പോരാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരുന്നിടത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മാതൃക പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. നോക്കിയേ നിങ്ങൾ, ഇസ്മായിൽ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോടുള്ള കൽപ്പനയാണ് കഅബ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം, കഅബ പണിയണം. എന്നാലോ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ ചോദിക്കുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസാണ്, യാ ഇസ്മായിൽ ഇന്നല്ലാഹ അമറനി ബി അംർ, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? മകൻ പറഞ്ഞു, ഉപ്പ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം ഇബ്രാഹിം നബിയുടെ, വതുഈനൂനി, നീ എന്നെ സഹായിക്കുമോ, നീ എന്നോടൊപ്പം ഉണ്ടാകുമോ മോനെ? ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമ പറയുന്നുണ്ട്, ഉപ്പ, തീർച്ചയായും ഞാൻ സഹായിക്കും ഉപ്പ. എന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ പറയുന്നത്, ഫഇന്നല്ലാഹ അമറനി അൻ അബ്നിയ ആഹുനാ ബൈതൻ വഅശാറ ഇലാ അകമ്മത്തിൻ മുർതഫിഅത്തിൻ ഹലാ മാ ഹൗലഹാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ കൈ ചൂണ്ടിയിട്ട് അവിടെ കഅബ പണിയാൻ വേണ്ടി, റബ്ബിന്റെ ഭവനം പണിയാൻ വേണ്ടി മകൻ ഇസ്മായിലിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു കഅബ പണിയണമെന്നുള്ളത്. നോക്കിയേ നിങ്ങള്,
എല്ലാ നന്മയുടെ കാര്യത്തിലും സഹകരിച്ച് ചേർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത്. ഇപ്പൊ സഹാബത്ത് റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് പറയുന്നുണ്ടല്ലോ, ലോ അലിംന അയ്യുൽ മാലി ഖൈർ, റസൂലേ ഏറ്റവും വലിയ സമ്പാദ്യം അത് ഏതാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കുമായിരുന്നു റസൂലേ. ആ സമയത്ത് അള്ളാന്റെ റസൂല് ഏറ്റവും വലിയ സൗഭാഗ്യവും സമ്പാദ്യവും എണ്ണുന്നുണ്ട്. അഫ്ളലുഹു ലിസാനുൻ ദാകിറുൻ, അതേ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന നാവിന്റെ, ആ റബ്ബിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന നാവിന്റെ ഉടമയാവുക എന്നുള്ളത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. രണ്ടാമത്തത് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുന്നത് എന്തെന്നറിയോ? വഖൽബുൻ ശാകിറുൻ, അതേ ശുക്ർ ചെയ്യുന്ന, നന്ദി കാണിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാവുക എന്നതാ. മൂന്നാമത്തതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ടോ? വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, മുഅ്മിനത്തായ ഒരു ഇണ, അവൾ എന്താണ് ചെയ്യുന്നത്? അവൻ എന്താണ് ചെയ്യുന്നത്? വിശ്വാസകാര്യത്തിലെ സഹായിക്കുന്നു, സഹകരിക്കുന്നു. അങ്ങനെയുള്ളൊരു ഇണയും തുണയും ഉണ്ടാവുക എന്നത് ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് പ്രിയപ്പെട്ടവരെ. ഹാജറാബിയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു തൗഫീഖാ. ഇപ്പൊ രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ടാണല്ലോ അള്ളാഹിന്റെ റസൂലിന്റെ ഒരു വാക്കുള്ളത്, റഹിമല്ലാഹു ഇംറഅതൻ. അതിന്റെ തൊട്ടു മുമ്പുള്ളത് റഹിമല്ലാഹു ഇംറാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. റബ്ബിന്റെ ആ കാരുണ്യം, റബ്ബിന്റെ പ്രതിഫലം അവന് കിട്ടിയിട്ടുണ്ട്. അവന്റെ പ്രത്യേകത എന്താ? അവൻ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എണീക്കുന്നു. അവൻ നമസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന സമയത്ത് അവനോടൊപ്പം ചാരത്ത് കിടക്കുന്ന ഇണയെ അവൻ എണീപ്പിക്കുന്നു. അവളെങ്ങാനും എണീക്കാൻ വിസമ്മതിച്ചാൽ അവളുടെ മുഖത്തേക്ക് വെള്ളം കുടയുന്നു. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിയിട്ടുണ്ട്. ഇനിയോ ആ ഹദീസിന്റെ ബാക്കി എന്താണ് പ്രിയപ്പെട്ടവരെ? റഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈലി ഫസല്ലത് വഅയ്ഖലത് സൗജഹാ ഫസല്ലാ. നോക്കിയേ നിങ്ങള്, ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിതാ രാത്രി എണീക്കുകയാണ്. എന്നിട്ടിതാ രാത്രി നമസ്കരിക്കാൻ വേണ്ടി അവൾ നിൽക്കുകയാണ്. ആ സമയത്ത് ഇതാ അവൾ അവളുടെ ഭർത്താവിനെയും വിളിച്ചുണർത്തുകയാണ്. ഇനി അവനെങ്ങാനും എണീക്കാൻ വിസമ്മതം കാണിച്ചാൽ അവന്റെ മുഖത്തേക്ക് അവൾ വെള്ളം കുടയുന്നു. ഇത് റസൂലുള്ള രണ്ടാളെ പറ്റിയിട്ടും പറഞ്ഞു പരസ്പരം. ഇതൊരു കുടുംബത്തിന്റെ ഒരു മാതൃകാ യോഗ്യമായ കുടുംബത്തെ പ്രിയപ്പെട്ടവരെ റസൂലുള്ള പഠിപ്പിക്കുകയാണ്. അതിലൊരു കർമ്മം തെരഞ്ഞെടുത്തു എന്ന് മാത്രം. അതാണ് ഹാജറയുടെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെയും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ കുടുംബത്തിൽ ആദർശബോധം പകർന്നു കൊടുക്കണം നാം. എന്നോടൊപ്പം വളർന്ന കുട്ടിയല്ലേ, ഞാനിപ്പോൾ ഏതായാലും ഇന്ന പള്ളിയിലേക്കല്ലേ പോകുന്നത്, അതിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, കൃത്യമായി ആദർശബോധം കൊടുക്കണം. അത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിലൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയും ഒക്കെ തന്റെ മക്കൾക്ക് കൃത്യമായ ആദർശബോധം പകർന്നു കൊടുത്തിരുന്നു എന്ന പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. വവസ്സാ ബിഹാ ഇബ്രാഹിം ബനി വയാഖൂബ യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയും അവരുടെ സന്താനങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്, നിങ്ങൾ കീഴൊതുങ്ങണം, നിങ്ങൾ മുസ്ലിമാകണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. ഇത് അവരുടെ മക്കൾക്ക് ആരാ? ഇസ്മായിൽ നബി. ആരാ പ്രിയപ്പെട്ടവരെ? അവർക്കൊക്കെ കൃത്യമായ ആദർശബോധം കൊടുത്തിട്ടുണ്ട്. മരണവേളയിൽ അടക്കം കൊടുത്തിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രമൊക്കെ നമുക്ക് കാണാം. ആരാ യാക്കൂബ് നബി? ആരാ പ്രിയപ്പെട്ടവരെ യാക്കൂബ് നബി? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പേരമക്കളല്ലേ? ആ കുടുംബം മൊത്തം നമുക്ക് മാതൃകയാണ്. ആ രൂപത്തിൽ നമ്മളും ക്രമീകരിക്കണം. ചെറിയ മക്കളെ വിളിച്ചിരുത്തിയിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കണം. യാ ബുനയ്യ,
ലുഖ്മാൻ അലൈഹിസ്സലാമയുടെ ചരിത്രം അറിയാലോ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ചെറിയ പ്രായത്തിൽ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാ. നീ ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോടാട്ടോ ചോദിക്കേണ്ടത്. നീ സഹായം തേടുകയാണെങ്കിൽ റബ്ബിനോടാണ് സഹായം തേടുന്നത്. അള്ളാഹിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ബോധ്യമുണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാ. അങ്ങനെ മുന്നോട്ട് പോയപ്പോ ബാപ്പ പഠിപ്പിച്ച വഴിയിൽ മക്കളുമായി എന്നല്ലേ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ പറ്റിയിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർളിയാ. അതേ ബാപ്പ പഠിപ്പിച്ച വഴിയിലും മകൻ ഇസ്മാഈലുമായി എന്തുകൊണ്ടായി? കൃത്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്തു എന്നുള്ളതാ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് സാദിഖൽ വഅദി, എല്ലാ കരാറുകളും പാലിച്ചിട്ടുണ്ട്. എല്ലാ വിധ ജീവിതത്തിൽ നന്മകൾ ചെയ്യേണ്ട രംഗങ്ങളിലും നന്മകൾ ചെയ്ത് മുന്നോട്ട് പോയവനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പരിശുദ്ധ ഖുർആനും പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പരമാവധി ശ്രദ്ധ നമുക്കുണ്ടാവണം. ഇപ്പം നമസ്കാരത്തിൻ്റെ വിഷയം അതൊക്കെ ശീലിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. ഏത് നന്മയുണ്ടോ, ഇപ്പോൾ ഒരു സ്വതക്ക കൊടുക്കുന്ന രംഗത്ത് ഒരു 20 രൂപ നമ്മുടെ മക്കളുടെ കയ്യിൽ കൊടുത്ത് അതന്ന് അവിടെ ഇടാൻ പറഞ്ഞാൽ അതൊരു മാതൃകയാക്കല. അങ്ങനെ ഏതേത് മേഖലയിലും ഒപ്പം കൂട്ടി നന്മകൾ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. മറ്റൊന്ന് തിന്മകളെ വിലക്കണം. അത് ചെറിയ കുട്ടിയല്ലേ, അല്ലെങ്കിൽ ആയിട്ടില്ലല്ലോ, ആവുമ്പോ നോക്കാം, ഇപ്പോഴൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണോ എന്നൊരു മനോഭാവം നമ്മിൽ ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഉപ്പയോട് പ്രബോധനം ചെയ്യില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അർജുമന്നക, ഇബ്രാഹിമെ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുട്ടോ എന്ന് പറഞ്ഞിട്ട് പോലും 4 തവണയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഉപ്പയോട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ തിന്മകളെ കണ്ടാൽ അത് വിലക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. ഈ പെരുന്നാളിന്റെ ഈ വെക്കേഷൻ കാലയളവില് കുടുംബ സന്ദർശനങ്ങൾ നമുക്കുണ്ടാവലുണ്ട്. തീർച്ചയായിട്ടും വേണം പ്രിയപ്പെട്ടവരെ, ഈഗോ ക്ലാഷുകളൊക്കെ മാറ്റിവെച്ച് വിളക്കി ചേർക്കാൻ കഴിയണം നമ്മുടെ കുടുംബത്തെ. പക്ഷെ അതിലുണ്ടാവുമ്പോൾ ആ കുടുംബ സന്ദർശനത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? തൗഹീദ് ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. നമുക്ക് പറയാമെന്നുള്ളതിനോട് നമ്മെ കൊണ്ട് കഴിയുക. തൗഹീദ് ഇല്ലാതെ ശിർക്കിന്റെ കൂമ്പാരങ്ങളിൽ കഴിയുന്നതാണെങ്കിൽ ഇത് തെറ്റാണെന്ന് സ്നേഹവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞൂടെ? അതല്ലേ യാ അബത്തി, എന്റെ പൊന്നുവാപ്പ എന്ന് വിളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു ആസർ. ആ ആസറിനോട് പോലും യാ അബത്തി, എന്റെ പൊന്നുവാപ്പ എന്താ എന്നിട്ട് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് അല്ലേ? ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്റെ പൊന്നുവാപ്പ കാണാനോ കേൾക്കാനോ അതുപോലെ തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് ഉപ്പ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഇത് സ്നേഹത്തോടെ പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ പെങ്ങന്മാര്, ആങ്ങളമാര്, അങ്ങനെ പല ഈ കുടുംബ സന്ദർശന വേളയിൽ തൗഹീദ് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ അവർ നമുക്കെതിരായി വരുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിപ്പോൾ പറഞ്ഞാലേ ഒരിഞ്ഞ് മുണ്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെയാണ്. ഇല്ല, നമ്മൾ പറയേണ്ട രൂപത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടാകുമെന്നൊരു തീരുമാനം നമുക്കുണ്ടാകണം. മറ്റൊന്ന് എന്നുള്ളത് നരകത്തെ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന വലിയ ആഗ്രഹം നമുക്കുണ്ടാകണം. ഇബ്രാഹിം നബിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ തൻ്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അതുകൊണ്ടാണ് ആസറിന്റെ അരികിൽ പോയി പലതവണ പറഞ്ഞത് ലഅർജുമന്നക, നിന്നെ ആട്ടി ഓടിക്കുമെന്ന് പറഞ്ഞ സമയത്തും എൻ്റെ ഉപ്പ നരകത്തിൽ കടക്കരുത്, എൻ്റെ കുടുംബം നരകത്തിൽ കടക്കരുത് എന്ന അതിയായ ആഗ്രഹം പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ആഗ്രഹം നമുക്ക് ഉണ്ടായേ മതിയാകൂ. അത് നമ്മൾ ഈ തൗഹീദിന്റെ വിഷയത്തിലാകട്ടെ മറ്റ് സംസ്കാര മേഖലയിലാവട്ടെ നമ്മുടെ കുടുംബത്തിൽ ദീനിനോട് യോജിക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കുന്നുവെങ്കിൽ അതിനോട് നോ പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നെ ആർക്കാണ് സാധിക്കുക? അഡ്മിഷൻ കാലയളവുകളാണല്ലോ അല്ലേ? എങ്ങനെയെങ്കിലും വഴിപാട് തീർക്കുന്ന രൂപത്തിലാണ് പല മക്കളെയും
ദീനി മേഖലയിലൊക്കെ എത്തിക്കാറുള്ളത്. ഇപ്പൊ മദ്രസയിൽ ചേർത്തണ്ടേ, ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ, ഒരു ഓൺലൈൻ അഡ്മിഷൻ ഉണ്ടെങ്കിൽ അവിടെ ചേർത്ത വഴിപാട് തീർക്കുന്ന രൂപം നമുക്കുണ്ട്. വലിയ ഗൗരവമാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു മറുവശം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, മറ്റു മേഖലയിൽ, ഉന്നതമായ മേഖലയിൽ നമ്മുടെ മക്കൾ എത്തട്ടെ, ഉന്നതമായ സ്ഥലങ്ങളിൽ അവർ പഠിക്കട്ടെ. പക്ഷേ ഇസ്ലാമിക പാവനമായ ആശയത്തെയും ആദർശത്തെയും എതിർക്കുന്ന ഘടകവിരുദ്ധമായ, ഒന്ന് നമസ്കരിക്കാൻ കഴിയാത്ത, ഒന്ന് ഹിജാബ് നേരാവണ്ണം ധരിക്കാൻ കഴിയാത്ത ക്യാമ്പസുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഒരുപാട് വിശാലമായി കിടക്കുകയാണ് ക്യാമ്പസുകൾ. അങ്ങനെയുള്ള ക്യാമ്പസിൽ മാത്രമേ പഠിപ്പിച്ചാൽ തീരൂ എന്ന ആ വാശി നമ്മൾ മാറ്റിമറിച്ച് ഒരു 10 കിലോമീറ്റർ നമ്മളൊന്ന് കാറിൽ കൊണ്ടാക്കേണ്ടി വന്നാലും ഇസ്ലാമിക മാനങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ക്യാമ്പസുകൾ നമ്മുടെ മക്കൾക്ക് തെരഞ്ഞെടുത്ത് കൊടുക്കണം. ഇല്ല എങ്കിൽ അതിൻ്റെ ഒന്നും പ്രതിസന്ധി പ്രിയപ്പെട്ടവരെ ചെറുതല്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. കാരണം പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വശരീരത്തെ കാക്കണം, കുടുംബത്തെ കാക്കണം. എങ്ങനെ കുടുംബത്തെ കാക്കേണ്ടത്? അദ്ദിബൂഹും വഅല്ലിമൂഹുൽ ഖൈറ. അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് അറിവ് പഠിക്കാനും തെറ്റായിട്ടും നന്മയായിട്ടും മനസ്സിലാക്കാൻ ഉതകുന്ന ധാർമ്മിക അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കണം. അതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തിയത്. അത് നമ്മുടെ മേലുള്ള വലിയൊരു ബാധ്യതയായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന സദാസമയം ഉണ്ടാവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കുടുംബത്തെ ആഗ്രഹിച്ച് കൊതിച്ച് കിനാവ് കാണുന്ന അങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പടുക്കണമെന്ന ആഗ്രഹമുണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം, സദാ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമ തന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി എത്രയെത്ര പ്രാർത്ഥനകൾ. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എത്രയെത്ര പ്രാർത്ഥനകൾ കാണാൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കണേ. ഞങ്ങളെ മാത്രം മതിയോ? ഞങ്ങളുടെ സന്താന പരമ്പരകളെയും പ്രിയപ്പെട്ടവരെ നിനക്ക് കീഴൊതുങ്ങുന്നവ ഉൾപ്പെടുത്തണേ, കൂട്ടത്തിൽ അകപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞോ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഖിയാമത്ത് നാളിന്റെ സമയങ്ങളിൽ വിഗ്രഹങ്ങളെ ആരാധിക്കും എന്റെ ഉമ്മത്തിൽ നിന്ന് റസൂലുള്ളാഹി പറഞ്ഞതാ. അലിച്ചോക്കി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും പടച്ചോനെ കാക്കണേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ കഴിയണം. പിന്നെയോ പ്രിയപ്പെട്ടവരെ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. എന്നെ ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ. വമിൻ ദുർരിയ്യതി, എൻ്റെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തണേ. അങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു സന്താനത്തെ തരണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ ഫലം തന്നെയായിരുന്നു ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ ഒരു സന്താനത്തെ അല്ലാഹു കൊടുത്തു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ടവരെ വലിയ ഫലമുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും തിരിച്ചറിയുക. തലമുറകളുടെ മേഖലയിൽ വലിയ ശ്രദ്ധ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ കാണിച്ചിട്ടുണ്ട്, കൈവരിച്ചിട്ടുണ്ട്. അത് നമ്മൾ മതം പഠിപ്പിക്കുന്ന രംഗത്തൊക്കെ വലിയൊരു ശ്രദ്ധയുണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലൊക്കെ അള്ളാന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ പ്രായത്തിലുള്ള മക്കൾക്കും ദീന് പഠിക്കാനുള്ള അവസരമുണ്ട്. അത് ഹിഫ്ദ് കോളേജ് ആകട്ടെ, സ്കൂൾ ഓഫ് ഖുർആൻ ആകട്ടെ, മദ്രസ സംവിധാനങ്ങളാകട്ടെ, സിയാറി ആവട്ടെ, നമ്മുടെ മക്കൾ അതിലേക്ക് എത്തിക്കാൻ നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്ന ചോദ്യം നമ്മൾ നമ്മോട് ചോദിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്തിലാണ് എന്ന് പ്രഭാതത്തിൽ നാം ഉരുവിടുന്നുണ്ട്. ആ ഉരുവിടുന്നതിനോട് അർത്ഥമാക്കുന്ന രൂപത്തിലാണോ നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നത് എന്ന ശ്രദ്ധയാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي ثانيا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 200-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും. പ്രിയപ്പെട്ടവരെ, ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ അവർ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ, മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ഉണ്ടായിരുന്നു. എന്തിനാണ്? അവർക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം മുസ്ദലിഫയിൽ നിന്നും അറഫയിലേക്ക് എന്തിനാണ് മുസ്ലിമീങ്ങൾ സംഗമിക്കുന്നത്? മുസ്ദലിഫ വരെ ആയിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങളുടെ ഹജ്ജ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹജ്ജ് അവരും ചെയ്തിരുന്നു. അവർ ഹജ്ജ് കർമ്മം ചെയ്തു വന്നാൽ അവരെന്ത് ചെയ്യും? അവരവരുടെ പിതാക്കന്മാരെ സ്മരിക്കും, അവരെ ഓർക്കുമെന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്താൽ തറവാട് മഹിമ പറയലുണ്ടല്ലോ, ഞാൻ ആ തറവാട്ടിലായതുകൊണ്ടാണ് ചെയ്യാൻ. ഇതുപോലെ മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്യുമായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഫദ്കുറുല്ലാ, അവരവരുടെ പിതാക്കന്മാരെ സ്മരിച്ചതുപോലെ വിശ്വാസികളെ നിങ്ങളുടെ അള്ളാഹുവിനെ സ്മരിക്കണം. ഒരു കർമ്മം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാം പൂർത്തിയായി, എല്ലാം തികഞ്ഞു എന്ന് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റൂല എന്നുള്ളതാണ്. ഇപ്പൊ ദുൽഹിജ്ജയുടെ മഹത്വമായ അല്ലെങ്കിൽ അറഫ ദിനവുമൊക്കെ നോമ്പും ദുആവും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന നമുക്ക് ഇനി ഒരു വിശ്രമം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഫൈദാ ഫറഗത ഫൻസബ്, നീ ഒഴിവായാൽ, നിനക്കൊരു ഒഴിവ് കിട്ടിയാൽ വീണ്ടും നീ എന്ത് ചെയ്യണം? ഇബാദത്തുകളിൽ മുന്നേറണം എന്നുള്ളതാണ് റബ്ബിന്റെ കൽപ്പന. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് സദാ ദിക്റും ദുആവും ഉണ്ടാകണം. മസലുല്ലദീ യദ്കുർ റബ്ബ വല്ലദീ ലാ യദ്കുർ റബ്ബ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. റബ്ബിനെ ഓർക്കുന്ന ഒരു മനുഷ്യന്റെയും റബ്ബിനെ ഓർക്കാത്തൊരു മനുഷ്യന്റെയും ഉപമ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ജീവിച്ചിരിക്കുന്നതിനും മരിച്ചതിനും തുല്യമായിട്ടാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ആ ഒരു ഗൗരവം നമ്മുടെ മനസ്സിലുണ്ട്. ഒരു ഇബാദത്തും കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള സ്ഥലമല്ല വിശ്വാസികൾക്ക് ദുനിയാവ് എന്നുള്ളത്. അദ്ദുനിയ ദാറു അമൽ, ദുനിയാവ് പണിയെടുക്കാനുള്ള സ്ഥല. ഇവിടെ പരിശ്രമിച്ചാൽ മാത്രമാണ്, ഇവിടെ പണിയെടുത്താൽ മാത്രമാണ് വല്ലാഖിറത്തു ദാറു ജസാ, ആ ആഖിറത്തിലെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ കഴിയും. ഇവിടെ നമ്മൾ വിശ്രമിച്ച് മുന്നോട്ട് പോയാലോ ഫഇല്ലം യഅമൽ ഹുനാ നതിമ ഹുനാക, നാളെ അവിടെ ഖേദിക്കേണ്ടി വരും, നാളെ അവിടെ വിരല് കടിക്കേണ്ടി വരും, നാളെ അവിടെ വിഷമിക്കേണ്ടി വരും, നാളെ അവൻ ഇങ്ങനായി മാറുമെന്ന് പ്രിയപ്പെട്ടവരെ മുൻഗാമികൾ പഠിപ്പിക്കുകയാണ്. അലൂമ അമലുൻ, ഇന്ന് പണിയെടുക്കാനുള്ള സ്ഥല. വഗദൻ ഹിസാബുൻ, നാളെ എന്നുള്ള നിന്റെ വിചാരണയുടെ നാളാ. വലാ അമലുൻ, ആ വിചാരണയുടെ നാളിൽ നിനക്ക് അമലുകൾ ചെയ്യാനുള്ള അവസരമില്ല. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ അവസരമില്ല, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലാൻ അവസരമില്ല, ഒരു അല്ലാഹു അക്ബർ ചൊല്ലാൻ അവസരമില്ല, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ അവിടെ അവസരമില്ല. അതിനുള്ള അവസരം ഈ ദുനിയാവാണ്. അൽയൗമ അമലുൻ, ഈ ദുനിയാവിൽ നീ നന്മകളാൽ മുന്നേറുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദീനെ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ ആ ശ്രദ്ധയും നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പടച്ചോനെ, ഷിഫ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിൽ കൺകുളിർമ പ്രദാനം ചെയ്യണേ അല്ലാ. ദീനിൻ്റെ മേഖലയിൽ പരസ്പരം സഹകരിക്കുന്ന സഹായിക്കുന്ന കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണേ നാഥ. നാളെ സ്വർഗീയ ആരാമത്തിൽ ഉപ്പക്കും ഉമ്മക്കും എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സന്തോഷം നിറഞ്ഞൊരവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കി തരണേ നാഥ. അല്ലാഹുവേ,
പ്രവാസ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് അല്ലെങ്കിൽ മറ്റൊരു പല സ്ഥലങ്ങളിലും മുസ്ലിം ഉമ്മത്ത് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തും അള്ളാഹുവെ പരിഹാരമേകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അള്ളാഹുവെ അവർക്ക് മനസ്സിന് ധൈര്യം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ രോഗശയ്യയിൽ ഒരു ജുമാക്കോ ഒരു ഈദിൻ്റെ ദിനത്തിനോ ഒന്നും പങ്കെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവെ അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവെ പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വ യാ ഖാദിൽ ഹജാത്ത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.